കൊച്ചിയിലും എല്ലാവരും ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാട ദിവസമായ ഇന്ന്, നാളെ ഇനിയിപ്പോൾ തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി സാധനങ്ങളെല്ലാം അടുപ്പിച്ച് ഇന്ന് പച്ചക്കറി എല്ലാം വാങ്ങി വൈകിട്ടാകുമ്പോഴേക്കും അതിൻ്റെ പാചകത്തിലേക്ക് കടക്കാനുള്ള ഒരു ഉത്സാഹത്തിലാണ് മലയാളികൾ. അതിനുള്ള സാധനങ്ങൾ വാങ്ങുകയാണ്. ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ എത്തിയതാണോ? സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. എന്തൊക്കെയാണ് വാങ്ങുന്നത്? ഇപ്പൊ വെള്ളരി, കുക്കുംബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം, കറിക്കുള്ളതൊക്കെ. സദ്യ തന്നെയാണ് ഇത്തവണ. സദ്യ തന്നെ. അതാണ് അവിടെ പച്ചക്കറി കടയിലൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ നേരത്തെ മാർക്കറ്റിന്റെ അകത്തുനിന്നാണ് കണ്ടത്. മാർക്കറ്റിന്റെ പുറത്തെ ഒരു തിരക്കാണ്. മാർക്കറ്റിന്റെ പുറത്തും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ചേച്ചി, എന്താ മേടിക്കാൻ വന്നേ? പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാണ്. ഉത്രാടായിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെയൊക്കെ മേടിച്ചിരുന്നു സാധനങ്ങൾ? ഇല്ല, ഇന്നലെ വാങ്ങിച്ചില്ല. ഇന്നാ ഇറങ്ങിയത്. ഇന്നലെ ജോലിക്ക് വെച്ച്. മഴ ആയതുകൊണ്ട് ഇറങ്ങാനും വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതെ അതെ. എന്തൊക്കെയാ ഇത്തവണ സ്പെഷ്യൽ എന്തൊക്കെയുണ്ടോ? സ്പെഷ്യൽ എന്തെല്ലാം ഉണ്ടാക്കണം. എല്ലാരും വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ, അപ്പൊ ഉണ്ടാക്കണം. വീട്ടിലെല്ലാവരും ഉണ്ട്? എല്ലാരും ഉണ്ട്. കുട്ടികളൊക്കെ 2 പേരുണ്ട്. അവരൊക്കെ പായസമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അതാണ്. എന്തൊക്കെയാണ് മേടിക്കുന്നത് ഏട്ടാ? അത് തന്നെ മേടിക്കണത് തന്നെ. ഒരു കുടുംബത്തിലേക്ക് തന്നെയാണ്? കുടുംബത്തിലേക്ക് തന്നെയാണ്. അതാണ്. ഓക്കെ. വിലയൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? വിലയൊക്കെ എങ്ങനെയുണ്ട്? കൂടുതലാ. കഴിഞ്ഞ ഓണത്തിനേക്കാളും കൂടുതലാ? അതെ. ഇപ്പൊ ഉച്ചവരെ നല്ല തിരക്ക്, വില കൂടുതലായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടെ കുറയും തോന്നും. അതെ അതെ അതെ. ആളുകൾ സാധനങ്ങൾ മേടിക്കാൻ നോക്കി. ഇതിനൊക്കെ വില നിലവാരം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് വെള്ളരി 1 കിലോ 30 രൂപയാണ്. സവാള 1 കിലോ 50 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പൈനാപ്പിൾ ആണെങ്കിൽ 60 രൂപ, ബീൻസിന് 60 രൂപ, പയറിന് 20 രൂപ, ബീട്രൂട്ടിന് 40 രൂപ, കോവയ്ക്ക് 40 രൂപ, വെണ്ടയ്ക്ക് 40 രൂപ. അങ്ങനെ വില നിലവാരം എഴുതി വെച്ചിട്ടുള്ള ഒരു കട കൂടിയാണിത്. പരമാവധി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഏകദേശം എത്രയാണ് വില. പച്ചമാങ്ങയ്ക്കൊക്കെ 60 രൂപയാണ്. അത് സാധാരണ ഇപ്പോൾ ഈ ഓണത്തിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു വില തന്നെയാണ് പച്ചമാങ്ങയ്ക്കൊക്കെ. പക്ഷേ ഈ ഇതിന് പ്രത്യേകിച്ച് അവിയൽ, സാമ്പാർ, കുട്ടികൾക്കൊക്കെ മേടിക്കേണ്ട സാധനങ്ങളുടെയൊക്കെ വില അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. തക്കാളി വരെ 30 രൂപയിലേക്ക് എത്തി. തക്കാളിയും കുറച്ച് വില കുറഞ്ഞു നിന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ തക്കാളിയും വില കൂടുതലായി. ചേട്ടാ, എങ്ങനെയുണ്ട് വിലയൊക്കെ? വില കുഴപ്പമില്ലാതെ വേണം. ഇത് അവിയലിനൊക്കെയുള്ള? അവിയലിനും എല്ലാത്തിനും സാമ്പാർ ഒക്കെ കൂടി ഇന്നാണ് എല്ലാം മേടിക്കുന്നത് അല്ലേ? ഇന്നങ്ങനെ ഇടയ്ക്ക് വരുന്നതാണ്. എനിക്ക് കടയൊക്കെ ഉള്ളതാണ്. വന്നു ഇന്ന്. ഓക്കെ. അപ്പോൾ അത് ആ രീതിയിൽ അത്യാവശ്യം തിരക്കുണ്ട്. എല്ലായിടത്തും ആളുകൾ സാധനങ്ങൾ മേടിക്കുകയാണ്. ഇനി അങ്ങോട്ട് എല്ലാം അടുപ്പിച്ച് പാചകം തുടങ്ങാനുള്ള മണിക്കൂറുകളേ ഉള്ളൂ മലയാളികൾക്ക്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ആ ഉത്രാട പാച്ചിലിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ. അപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ ആളുകളുടെയൊക്കെ പ്രതികരണങ്ങളിലേക്കൊക്കെ വരാമെന്നും പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം സൈഫുൽ സലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.